Everyone, welcome back to Learn with Z. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇതിനു മുമ്പ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അതുപോലെ നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നമുക്കൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ വീഡിയോ പോയി കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ ഒരു വാചകം എങ്ങനെ ഉണ്ടാക്കാം, ഒരു വാചകത്തിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ക്ലിയർ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നറിയാത്തവരാണെങ്കിൽ അതിനുള്ള വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പാസ്റ്റ് ടെൻസിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെർബ് എന്താണ് എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള വേർബ്സാണ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുക, റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും. റെഗുലർ വേർബ്സ് മനസ്സിലാക്കാൻ വളരെയധികം സിമ്പിളാണ്. അതായത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്ന വേർബ്സ് ഉണ്ടല്ലോ, അതിൻ്റെ V1 ഫോർമാറ്റിലുള്ള വേർബ്, അതിൻ്റെ കൂടെ ഒരു ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ റെഗുലർ വേർബ്സ്. അതായത് വാച്ച് കാണുക എന്നുള്ളത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ നമ്മളൊരു ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെന്താവും, അപ്പോൾ വാച്ച്ഡ് എന്നാവും. കുക്ക് എന്താവും, കുക്ക്ഡ് എന്നാവും. സ്റ്റഡി എന്താവും, സ്റ്റഡീഡ് എന്നാവും. പ്ലേ എന്താവും, പ്ലേഡ് എന്നാവും. ഇറഗുലർ വേർബ്സ് ആണ്. ഇറഗുലർ വേർബ്സ് കുറച്ച് ട്രിക്കിയാണ്. നമ്മളത് കാണാതെ പഠിക്കുന്ന വേണം ഓരോ വേർബ്സും. എന്നാലും കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വേർബ്സാണ് ഇറഗുലർ വേർബ്സ്. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണം വെച്ചിട്ട് പഠിക്കാം. ഇപ്പോൾ റെഗുലർ വേർബ്സിൽ റൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടുക എന്നാണ്. അപ്പോൾ റെഗുലർ വേർബ്സിൽ നമ്മൾ റണ്ണിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആകുമ്പോൾ ഓടി എന്നാക്കുമ്പോൾ എന്ത് ചെയ്യും, ED ആഡ് ചെയ്ത് കൊടുക്കൂലേ, റണ്ട് എന്നല്ലേ പറയുക. പക്ഷേ ഇത് ഇറഗുലർ വേർബാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് റണ്ട് എന്നല്ല, റാൻ എന്നാണ്. റൺ എന്താണ്, റാൻ എന്നാണ്. സേ എന്ന് പറഞ്ഞാൽ എന്താണ്, പറയുക. അപ്പോൾ പറഞ്ഞു എന്നുള്ളതിൻ്റെ വേർഡ് എന്താ വരുന്നത്, സെഡ് എന്നാണ് വരുന്നത്. സിങ് പാടുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് സാങ് എന്നാണ് വരുന്നത്. സ്ലീപ്പ് ഉറങ്ങുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുന്നത് സ്ലെപ്റ്റ് എന്നാണ്. റൈറ്റ് എഴുതുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുന്നത് റോട്ട് എന്നാണ്. അതുപോലെ തന്നെ ഹാവ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്താണ് വരിക, ഹാവ്ഡ് എന്നല്ല വരിക, ഹാഡ് എന്നാണ് വരിക. ഈ ഹാവും ഹാഡും നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ, ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു സ്ഥലത്തും കൂടെ ഉപയോഗിക്കാം. അതായത് കഴിക്കുക എന്നുള്ള മീനിങ്ങും കൂടെ ഹാവിന് വരുന്നുണ്ട്. അപ്പോൾ കഴിച്ചു എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹാഡും ഉപയോഗിക്കാം. കുറച്ചുകൂടെ ട്രിക്കി ആയിട്ടുള്ള ഒരു കൂട്ടം വേർബ്സും കൂടെ ഉണ്ട്. അവ പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഉദാഹരണത്തിന് കട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് കട്ട് എന്ന് തന്നെയാണ്. പുട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് പുട്ട് എന്ന് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേർബ്സൊക്കെ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞില്ലേ. ഇനി എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്താ, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഏതൊക്കെ വരുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരുകൾ വരും, ഐ യു ദേ വി ഹി ഷീ ഇറ്റ് നെയിംസ്, ഇതൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വരിക. ഇനി വേർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ V2 ഫോർമാറ്റിലുള്ള വേർബാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. രാഹുൽ പാടി എന്നെങ്ങനെ പറയാം, രാഹുൽ സാങ്, സബ്ജക്റ്റ് വെർബ്. രാഹുൽ ഒരു പാട്ട് പാടി എന്നാണെങ്കിൽ എന്താ, അതിലൊരു ഒബ്ജക്റ്റും കൂടെ ആഡായി. അപ്പം എങ്ങനെ വരും, രാഹുൽ സാങ് എ സോങ്. വളരെ സിമ്പിൾ. ഇനി ഞാൻ പറഞ്ഞു എന്നെങ്ങനെ പറയാം, ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ്, ഐ. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പറഞ്ഞു. കഥ എഴുതി എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസിൽ പറയാം, ഹി റോട്ട് എ സ്റ്റോറി. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ അവൻ്റെ കാര്യം പറയുമ്പോൾ എസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഒന്നും ആഡ് ചെയ്യേണ്ട, സിംപ്ലി V2 ഫോർമാറ്റ്, അതായത് വെർബിൻ്റെ V2 മാത്രം എടുത്തെഴുതിയാൽ മതി. ഹി റോട്ട് എ പോയം അല്ലെങ്കിൽ ഹി റോട്ട് എ സ്റ്റോറി. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഐ യു ദേ വി ഹി ഷീ ഇറ്റ് നെയിംസ് അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ V2 ഫോർമാറ്റിലുള്ള വെർബ് മാത്രം എഴുതിയാൽ മതി. ഒരു എസ്സോ വേറൊന്നോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. V2 ഫോർമാറ്റ്, അതായത് വെർബ് എങ്ങനത്തെയാണ് എന്നുള്ളത് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വി വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. വി ഡ്രാങ്ക് കോഫി യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ ഞങ്ങൾ കോഫി കുടിച്ചു എന്നാണ് അതിൻ്റെ മീനിങ്. വി ഡ്രാങ്ക് കോഫി യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ ഞങ്ങൾ കോഫി കുടിച്ചു. കഴിഞ്ഞ കൊല്ലം നീ പാരീസിൽ പോയിരുന്നു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, യു വെൻ ടു പാരീസ് ലാസ്റ്റ് ഇയർ. വെൻറ്റ് എന്തിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഗോ, പോവുക. നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഗോ എന്നാണ് പറയുക, പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് വെൻറ്റ് എന്നാണ്. അപ്പോൾ അതെന്താണ്, ഒരു ഇറഗുലർ വെർബാണ് അല്ലേ. യു വെൻ ടു പാരീസ് ലാസ്റ്റ് ഇയർ.
ഞാൻ തലേന്ന് തറയിലാണ് കിടന്നത് എന്ന് നമ്മൾ വേറെ ഒരാളോട് പറയുകയാണ്. അതെങ്ങനെ പറയും? തലേന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ലാസ്റ്റ് നൈറ്റ്. തറയ്ക്ക് എന്താ പറയുക? ഫ്ലോർ. ഉറങ്ങി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സ്ലെപ്റ്റ് അല്ലേ? ഞാൻ എന്താണ്? ഓക്കെ, അപ്പോൾ ഐ സ്ലെപ്റ്റ് ഓൺ ദി ഫ്ലോർ ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ തറയിലാണ് കിടന്നത്, ഞാൻ ഇന്നലെ നിലത്താണ് കിടന്നത് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇനി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു ഡയറി എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അല്ലേ? അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിൻ്റെ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടൊരു ഡയറി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവില്ലേ? അപ്പോൾ ആ ഡയറി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഐ വേക്കപ്പ് എന്നതിന് പകരം എന്ത് വരും? ഐ വോക്കപ്പ് വരിക അല്ലേ? ഐ വോക്കപ്പ് അറ്റ് 5:30 ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ 5:30 എണീറ്റു. നമ്മൾ ഡെയിലി ഡയറി എഴുതുന്ന പോലെ തന്നെ എഴുതാം. 5:30 എണീറ്റു. ഐ സ്വിച്ച്ഡ് ഓഫ് മൈ അലാം. ഞാൻ എൻ്റെ അലാം ഓഫ് ചെയ്തു. പിന്നെ ഐ റബ്ഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണ് തിരുമ്മി. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഐ റബ് മൈ ഐസ് എന്ന് പറയില്ലേ? ഞാൻ എൻ്റെ കണ്ണ് തിരുമാറുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ കേട്ടോ, അങ്ങനെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫോമാറ്റിൽ നിങ്ങളൊരു ഡയറി എഴുതുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയ പോലെ ഒരു ഡയറി പാസ്റ്റ് ടെൻസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും നിങ്ങളുടെ വൊക്കാബുലറീസ് കുറച്ചുകൂടി എൻറിച്ച് ആവുകയും ചെയ്യും. നിങ്ങൾക്കിത് വേഗം മനസ്സിലാവുകയും നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മുടെ കാര്യം സംസാരിക്കുകയാണെങ്കിലും മറ്റൊരാളുടെ കാര്യം സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി? അതിൻ്റെ വേർബ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേർബ് V2 ഫോമാറ്റിലുള്ള വേർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെ ടൈപ്പ് വേർബ്സ് ഉണ്ട്? റെഗുലർ വേർബ്സ് ഉണ്ട്, ഇറഗുലർ വേർബ്സ് ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വരാത്ത തരത്തിലുള്ളത് അല്ലേ? റെഗുലർ വേർബ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇറഗുലർ വേർബ്സ് ആകുമ്പോൾ നമ്മളതിൻ്റെ വേർഡ് എന്താണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യുക വേണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാവുന്ന V1 ആൻഡ് V2 ഫോം ഓഫ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.